അപ്പം ഇത്രയും കുട്ടികളുടെ ലോൺ അറേഞ്ച് ചെയ്യണം. അപ്പം അതൊരിക്കലും എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ബാങ്കുകാരുമായിട്ടൊക്കെ പോയി സംസാരിച്ചു. അപ്പോൾ അതിനു വേണ്ടി ഏറ്റവും വലിയൊരു പല ബാങ്കിൻ്റെയും ഹെഡ് ഓഫീസിൻ്റെ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുന്ന അത്രയും ഉന്നതരായിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ ബദരി നാരായണൻ എന്നായിരുന്നു. അപ്പം അദ്ദേഹം ആ സമയത്ത് ബാംഗ്ലൂരിലെ ഏറ്റവും അറിയപ്പെടുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരിൽ ഒരാളായിരുന്നു. മാത്രമല്ല കേന്ദ്ര മന്ത്രിയായിരുന്ന ശ്രീ ചിദംബരത്തിൻ്റെ ഉറ്റ സുഹൃത്തും, അവർ ഫാമിലി ഫ്രണ്ട്സാണ്. അത്രമാത്രം ബന്ധങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു ഈ ബദരി നാരായൺ. അപ്പം അദ്ദേഹം ഈ പ്രോജക്റ്റിൽ ലോണിൻ്റെ കാര്യങ്ങളെല്ലാം അദ്ദേഹം ടേക്ക് കെയർ ചെയ്തോളാം എന്നോട് പറഞ്ഞു. അപ്പം അതിനു വേണ്ടി അദ്ദേഹത്തിന് ഒരു കുട്ടിയുടെ ലോൺ റെഡിയാക്കി തരുന്നതിന് 2000 രൂപ മാത്രം പ്രോസസ്സിംഗ് ഫീസായിട്ട് കൊടുത്താൽ മതി. വേറെ ആർക്കും ബ്രൈബ് കൊടുക്കുകയോ കൈക്കൂലി കൊടുക്കുകയോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അന്ന് 3000-ഓളം കുട്ടികളുടെ അഡ്മിഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏറെക്കുറെ 60 ലക്ഷത്തോളം രൂപ കൊടുക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പം അദ്ദേഹം ആ സമയത്ത് സിംഗപ്പൂരിലുള്ള വലിയൊരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു കമ്പനിയുടെ ഒരു മെഗാ പ്രോജക്റ്റ് ചെയ്യുവാണ്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഞാൻ പറയുന്ന പ്രോജക്റ്റ് അതിനേക്കാൾ നല്ലതാണ്. അപ്പം അതുകൊണ്ട് സിംഗപ്പൂർ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പം അദ്ദേഹം ഈ പ്രോജക്റ്റ് ടേക്ക് കെയർ ഓഫ് ചെയ്യാം. രണ്ടും കൂടി ഒരു സമയത്ത് അദ്ദേഹത്തിന് പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് ഈ സിംഗപ്പൂർ പ്രോജക്റ്റ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം. അപ്പം ഞാനും വിചാരിച്ചു, ഇത്ര ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ്, അപ്പം ഇത്രയും ബന്ധങ്ങളുള്ള വ്യക്തിയാണ്, 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കാം. അപ്പം അങ്ങനെ എൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ 10 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുക്കുന്നു.